ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഓണം സ്പെഷ്യൽ സേമിയ പായസം റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സേമിയ ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയ ശേഷം നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. പായസം തയ്യാറാക്കാനായിട്ട് ആവശ്യമായൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലൊഴിക്കേണ്ട പാല് കൂടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സേമിയയും ചൗരിയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചുവട്ടിൽ പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫ്ലെയിം ലോയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായത്ര പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അമ്മയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരളവിൽ അമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ക്യാരമലൈസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത കാഷ്യൂനട്ടും മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം പാലൊക്കെ ഒരു മീഡിയം ലെവല് കൊഴുപ്പായപ്പോൾ തന്നെ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. കാരണം ഇനി അത് ഇരിക്കും തോറും കട്ടയാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഒത്തിരി വെള്ളവും ആക്കിയിട്ടില്ല, അല്ലെങ്കിൽ നല്ല കട്ടയാക്കി എടുത്തിട്ടില്ല. ഒരു മീഡിയം രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി പൊടിച്ചെടുത്ത കുറച്ച് ഏലക്ക കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സേമിയ പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓണത്തിനൊക്കെ നല്ല അടിപൊളി പായസം തന്നെ റെഡിയാക്കാം. അപ്പോൾ സേമിയ പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓണത്തിനൊക്കെ നല്ല അടിപൊളി പായസം തന്നെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.